ഇതെന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല എന്ന് വിചാരിച്ചിട്ട് കുറേ കാലമായിട്ട് ഒഴിവാക്കി വിട്ട സംഭവമാണ് പേപ്പർ യൂസ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഫ്രെയിം. അപ്പോൾ ഇതെന്തായാലും ഇന്ന് ഉണ്ടാക്കി നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പേപ്പർ എടുത്ത് 4 ഭാഗത്തും 1 സെൻറ്റിമീറ്റർ വിട്ടിട്ട് 4 ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അവിടെ 4 ബോക്സസ് സൈഡ് കിട്ടുമല്ലോ, അത് 4ഉം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിതാ ഇതേപോലെ 2 ഭാഗത്തായിട്ട് ഇതേപോലെ 1 സെൻറ്റിമീറ്റർ വിട്ടിട്ടൊന്ന് ലൈൻസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ലൈന് കണക്കാക്കിയിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു മാർക്കിങ് നിങ്ങൾ നല്ലോണം നോക്കി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. അത് മാത്രമേ നമുക്കിതിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ ഒന്ന് ആ ലൈൻസ് കണക്കാക്കിയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ ആ ഒരു ഫ്രെയിം സെറ്റായി കിട്ടും കേട്ടോ. 4 ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ നമുക്കൊന്ന് ലോക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വെക്കാൻ കാര്യപ്പെട്ട ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുള്ള ഷെല്ല് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ആ ഷെല്ല് ഇതേപോലെ ഒരു പേപ്പറിൽ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ട് ആ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ സെയിം മോഡലിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബീഡ്സൊക്കെ ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ആ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു സംഭവം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.